ട്രാക്കിൽ കണ്ടെത്തി യുവതിയുടെ കൊലപാതകയെ ഏറെക്കുറെ അകത്താക്കിയിരിക്കുന്നു. കൊച്ചി വൈറ്റിലയിൽ യുവതിയെ കൊലപ്പെടുത്തി റെയിൽവേ ട്രാക്കിൽ തള്ളിയ പ്രതി മണിക്കൂറുകൾക്കകം പിടിയിൽ. പോലീസ് കസ്റ്റഡിയിലെടുത്തത് പൊന്നൂരിന് സ്വദേശി ഷാജിയാണ്. കോട്ടയം സ്വദേശി സുധാ ബേബിയെ രാവിലെയാണ് റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുധയുടെ ഫോണും ഈ കേസിൽ നിർണായകമായി. വിപിൻ സി വിജയൻ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. വിപിൻ, ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്? വിപിൻ സി വിജയൻ ക്വസ്റ്റ്യൻ ചെയ്തു. വിപിൻ, ഈ പ്രതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ കേസിൽ നിർണായകമാകുന്നത് എന്തൊക്കെയാണ്? പ്രതിയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സുഹൈൽ, സുധാ ബേബി കൊലപാതക കേസിൽ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. പൊന്നൂരിന് സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കൊച്ചി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷാജിയെ ചോദ്യം ചെയ്തു വരുന്നു. അല്പസമയത്തിനകം തന്നെ മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഷാജിയെ എത്തിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സുധാ ബേബി കോട്ടയം സ്വദേശിയാണ്. എറണാകുളത്ത് പൂത്തോട്ടം എന്നുള്ള സ്ഥലത്ത് അവർ വാടകയ്ക്ക് അമ്മയ്ക്കൊപ്പം താമസിക്കുകയായിരുന്നു. ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ഈ ഒരു റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്ത്, അതായത് റെയിൽവേ പാളത്തിൽ തലവെച്ച് ഒരു ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നത് പോലെയായിരുന്നു ആ മൃതദേഹത്തിന്റെ രാവിലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു റെയിൽവേ ട്രെയിൻ പോയപ്പോൾ അതിൽ നിന്ന് ഒരു ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ പാളത്തിൽ തളവെച്ചു എന്നുള്ള നിലയ്ക്കാകണം എന്നുള്ള നിലയ്ക്ക്, അതായത് ഒരു കൊലപാതകം ആത്മഹത്യാ ശ്രമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആസൂത്രണമായി തന്നെ ഇതിൽ നടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അതിൽ പിഴച്ചു പോയത് ആ ട്രാക്കിലൂടെ അത് ട്രെയിൻ പോകുന്ന ട്രാക്ക് അല്ലായിരുന്നു എന്നുള്ളതാണ്. അത് ഒരു റിലീസ് ട്രാക്കായി ഇട്ടതായിരുന്നു. പക്ഷേ അവിടെയായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖത്ത്, ഈ സുധാ ബേബിയുടെ മുഖത്ത് മുറിവേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ സമീപത്ത് നിന്ന് ഒരു മൊബൈൽ ഫോൺ ലഭിക്കുകയും ചെയ്തു. അതിന്റെ സിം കോട്ടയം സ്വദേശി സുധാ ബേബി എന്നുള്ളവരുടെ പേരിലായിരുന്നു. പിന്നീടുള്ള ഒരു സംശയം ആ സിമ്മിന്റെ ഉടമ തന്നെയാണോ ഈ യുവതി എന്നുള്ളതായിരുന്നു. ഇതുകൂടി പോലീസ് സ്ഥിരീകരിച്ചോടുകൂടിയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. ഇങ്ങനെ ഒരു മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സമീപത്തെ CCTVകളെല്ലാം തന്നെ പരിശോധിച്ചു. ഈ CCTVയിൽ വ്യക്തമായത് ഒരു കാറിൽ സുധാ ബേബിയും ഒപ്പം തന്നെ ഈ ഷാജി അവർ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇങ്ങനെ ഈ ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ ഒരാൾ മാത്രം, അതായത് ഈ പ്രതിയായിട്ടുള്ള ഷാജി ആയിരിക്കണം, ഷാജി മാത്രം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചു. അയാളുടെ ഷർട്ടിൽ ചോരക്കറയുണ്ടായിരുന്നു എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളായി മാറുകയായിരുന്നു. ഇതിലാണിപ്പോൾ പോലീസ് ആ പ്രതിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകുന്നതും കാക്കനാട് നിന്ന് ഷാജിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്ന ഇയാൾ മുൻ ഹൈക്കോടതി ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഈ പ്രതിയും ഒപ്പം തന്നെ ഈ മരിച്ച ഈ കോട്ടയം സ്വദേശിനിയും അവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമുള്ളത്. കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാകണം. ഇപ്പോൾ അത് മരട് പോലീസ് സ്റ്റേഷനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനമായത് ഒരു ട്രാക്കിൽ 35 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയുടെ മൃതദേഹം ട്രാക്കിൽ കണ്ടെത്തുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാത്ത മണിക്കൂറുകളായിരുന്നു. അതിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു. അതൊരു കൊലപാതകമാണ് എന്ന് ഏറെക്കുറെ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കുന്നു. പിന്നീട് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്, ഒരൊറ്റ അനുമാനമെങ്കിൽ മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇത് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ റെയിൽവേ ട്രാക്കിലേക്ക് കൊണ്ടിടുന്നു. അപ്പോൾ കൊലപാതകം നടന്ന ഇടം, ഈ സ്ഥലം അതെവിടെയാണെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് എങ്ങനെ കൊലപ്പെടുത്തി, എവിടെ വെച്ച് കൊലപ്പെടുത്തി, എപ്പോൾ കൊലപ്പെടുത്തി നടക്കുമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഈ വരുന്ന ഇപ്പോൾ വരുന്നുണ്ടോ? സുഹൈൽ, ഇത് ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള ഈ പ്രദേശം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടുള്ള പ്രദേശമൊക്കെ വിജനമായി കിടക്കുകയാണ്. അതായത് കുറച്ചധികം സ്ഥലമുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും അർദ്ധരാത്രിയിലൊക്കെ ആളുകൾ ഉണ്ടാകാറുണ്ട്. ഒരു യുവാക്കളൊക്കെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഇവർ വരികയും ഇവിടെ വെച്ച് എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടാവുകയോ ഇവിടെ വെച്ചൊരു കൊലപാതകം നടന്നു, അതായത് മറ്റൊരിടത്ത് വെച്ചല്ല, ഇതിന് തൊട്ട് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളത് കൂടി പോലീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു ബ്ലഡിന്റെ സാമ്പിളുകളും ഈ പ്രദേശത്ത് നിന്ന്, അതിന്റെ രക്തക്കറയൊക്കെ ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ കൊലപാതകം നടക്കുകയും അതിനുശേഷം ഈ ട്രാക്കിൽ കൊണ്ടിടുകയും ചെയ്തു എന്നുള്ളതാണ്. ട്രാക്കിൽ ഈ ഒരു ആത്മഹത്യ എന്നുള്ളത് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം പോലെ ആ മൃതദേഹം ഇവിടെ എത്തിച്ചു എന്നുള്ളതുമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇനി എന്താണ് അതിനുള്ളൊരു കാരണം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ കൊലപാതകം എന്നതിനെ സംബന്ധിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു വ്യക്തത വരികയും ചെയ്യും. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.